ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിൽ PSCക്കെതിരെ നിലപാട് കടുപ്പിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാത്ത PSC പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ മാർക്ക് വിവരങ്ങൾ അപേക്ഷകന് എത്രയും വേഗം കൈമാറണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനിരു അശോകൻ വിവരങ്ങളുമായി ചേരുന്നു. അനിരു, വിശദാംശങ്ങൾ പറയൂ. അനിരു, കേൾക്കാമെങ്കിൽ വിശദാംശങ്ങൾ പറയൂ. കേൾക്കാമോ ശ്യാമിലി? കേൾക്കാം, പറയൂ. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ PSCക്കെതിരെ നിലപാട് ഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ക്രമക്കേട് കണ്ടെത്തിയ റാങ്ക് ലിസ്റ്റിലെ, അതായത് ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തസ്തികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് വിവരങ്ങൾ നൽകണമെന്നുള്ളതായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. എന്നാൽ ഉത്തരവ് നടപ്പിലാക്കാൻ PSC തയ്യാറായില്ല. പകരം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതായിരുന്നു PSCയുടെ നിലപാട്. എന്നാൽ നാളിതുവരെ ഈ പറയുന്ന ഉത്തരവിനെതിരെ PSC കോടതിയെ സമീപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറാനും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കർശന നിലപാടുമായി ഇപ്പോൾ PSC രംഗത്തെത്തിയിരിക്കുന്നത്. വിവരം നൽകാത്ത PSCയുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. കൂടാതെ ഓഗസ്റ്റ് 10-നുള്ളിൽ ഈ റിപ്പോർട്ട് എന്താണെന്നുള്ളത് PSCക്ക് വിവരാവകാശ കമ്മീഷന് നൽകണം. എന്തുകൊണ്ടാണ് നിങ്ങൾ വിവരം നൽകാത്തത് എന്ന് അറിയിക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും വിവരാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റിലെ 3-ാം റാങ്കുകാരനാണ് അപേക്ഷയുമായി PSCയെ സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടത് റാങ്ക് ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് പേപ്പർ 1-ലും പേപ്പർ 2-ലും ലഭിച്ച മാർക്ക്, അഭിമുഖത്തിന് ലഭിച്ച മാർക്ക്, കൂടാതെ അഭിമുഖത്തിന് PSC നൽകുന്ന ഏറ്റവും ഉയർന്ന മാർക്ക് തുടങ്ങിയ വിവരങ്ങളാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ വിവരങ്ങളൊന്നും നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് PSC സ്വീകരിച്ചത്. നമുക്കറിയാം, 100 മാർക്കിന്റെ പൊതുപരീക്ഷയിൽ 58 മാർക്കിനാണ് PSC മാർക്കിടാതെ 1-ാം റാങ്കുകാരന് നിയമനം നൽകിയത്. ഇതിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത്. പക്ഷേ PSCയുടെ നിലപാട് വിവരാവകാശ നിയമത്തെ പോലും അട്ടിമറിക്കുന്നത് എന്നാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടെങ്കിലും ആ വിവരങ്ങൾ കൈമാറാതെ അത് അടച്ചു വെക്കുന്ന നിലപാടാണ് PSCയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത് നിരീക്ഷണങ്ങളടക്കം വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഓഗസ്റ്റ് 10-നുള്ളിൽ എന്തുകൊണ്ടാണ് വിവരങ്ങൾ ഇതുവരെയും കൈമാറാത്തത് എന്നുള്ളതാണ് കമ്മീഷൻ ചോദിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 6-ന് 7 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ കൈമാറണമെന്നുള്ളതായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലപാട്. എന്നാൽ നമുക്കറിയാം, 1 മാസമാകുമ്പോഴും വിവരങ്ങൾ കൈമാറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വലിയ വിഷയമായി മാറിയിരിക്കുന്നത്. എന്തായാലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മറുപടി തൃപ്തികരമല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വ്യക്തമാണ്. ശ്യാമിലി, ശരി.